എന്നോടല്ല അവിടെ പറയടി. കാട ഫ്രൈ. കാട ഫ്രൈ ആണോ? കാട ഫ്രൈയും പെന്നും അങ്ങനെ തിന്നും. ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലോ ഇത് എപ്പോഴേ കഴിച്ചു കിടക്കേണ്ട സമയമായി. സമയം 9:30 മണിയായി. 9:30 ഇവിടെ എണ്ണ എണ്ണ കുറച്ച് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ആ പരിപാടി ഒന്നും നടക്കൂല. ഇവരൊക്കെ നല്ലോണം എല്ലാം ചെയ്യണം. ഞങ്ങൾ ഇവിടുന്ന് ക്യാമ്പ് ചെയ്തപ്പോ പ്രേതം കണ്ടു. പ്രേതം ഇങ്ങനെ പോണത് അവൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്തൊക്കെ അവിടെ? അത് മീനൊക്കെ വളർത്തുന്ന സ്ഥലം. പക്ഷെ അന്ന് വന്നപ്പോ കുറച്ച് കുറവായിരുന്നു, കുറെ കൂടി. എന്ത് ഏരിയ കൂടിയെന്നോ? ഇപ്പൊ വെള്ളം കുറഞ്ഞില്ലടി, പഴയതിനേക്കാൾ വെള്ളം കുറഞ്ഞു. പിന്നെ നമസ്കാരം പറയും. ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ വൈഫാണ്. പിന്നെ മക്കൾ വന്നിട്ടില്ല. മക്കൾ ഒരാൾക്ക് ക്യാമ്പുണ്ട്. പിന്നെ തണുപ്പാണ്, കാലാവസ്ഥ ശരിയല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഇറങ്ങിയതാണ്. വീഡിയോയിലൊന്നും ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വരണം ആദ്യമായിട്ടാണ് വന്നത്. പിന്നെ വീഡിയോയിൽ വരണം എന്ന് കുറേ ആയി വിചാരിക്കുന്നു. പക്ഷേ ഇന്ന് സാഹചര്യം സെറ്റായില്ലേ? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഇവിടെയാണ് കൂടാൻ പോണത്. നമുക്ക് ഒരു പുതിയ ഒരു സംഭവമൊക്കെ ഉണ്ട് പരിചയപ്പെടുത്താൻ. കാണിക്കാം അല്ലേ? എന്നാ പിന്നെ പുതിയതായിട്ട് പരിചയപ്പെടുത്താനുള്ളത് ഇതാണ്. പിന്നെ നമ്മൾ സതീശൻ്റെ കൂടെ നടന്ന് ഒരു ഓട്ടോ വാങ്ങി. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് തൽക്കാലം ഞാൻ പറഞ്ഞില്ലായിരുന്നു യൂട്യൂബിൻ്റെ നമ്മുടെ കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുക. നമുക്ക് വന്നിട്ടില്ല. ഡോളർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് അവർ മെയിലൊക്കെ അയക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ പൈസ യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, കുറച്ച് മാസങ്ങളായിട്ടില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം സതീശൻ്റെ ഒരു ഓപ്ഷനാണ് ഈ വണ്ടി. അപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ അവൻ്റെ സ്റ്റാൻഡിൽ തന്നെയുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ചിലവ് കാശും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് എടുത്തതാണ്. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. പഴയ വണ്ടിയാണ്, 2014 മോഡൽ. 2014 മോഡലാണ്. കുറച്ച് പണിയൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ കീറിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ തൽക്കാലം ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. വലിയൊരു കുഴപ്പം എന്ന് പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പതിയെ പറയാം. നമുക്ക് ടെൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയാലോ അല്ലേ? എന്നാ എടുക്ക്, ലൈറ്റൊക്കെ എടുത്തോ. അവിടെ അല്ലേ? അവിടെ വെച്ചു. നമ്മളെ കുറച്ച് വിറകൊക്കെ നമ്മൾ കൊണ്ടുവന്നാട്ടോ. എന്താ വെച്ചാൽ ഇവിടെ വിറക് കിട്ടൂല എന്നറിയാം. അപ്പോൾ വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. എങ്ങോട്ട്? ഇങ്ങനെ ഇതിൻ്റെ മേൽ കൂടിയോ? എന്നിട്ട് അടിയിൽ ടെൻറ്റ് വെക്കാനോ? അങ്ങനെ ചെയ്യാം അല്ലേ? ഞാൻ കമ്പ് കിട്ടും നോട്ടെ. ഇതിൽ പൊടി ഉണ്ട് കേട്ടോ, അത് കുടയണേ. ഇതേ ഇതവിടെ പിള്ളേർ കളിക്കണത്. അത് അവിടെ തന്നെ കൊണ്ടുവിടാൻ മറക്കരുതേ രാവിലെ. എന്നത് പിടി. എനിക്ക് നൂലുണ്ട് ബാഗിൽ. അങ്ങനെ വെച്ചാ പോരെ? സെറ്റല്ലേ? നിക്ക്, ഇവിടെ ഒരു കെട്ട് കിട്ടണം. ഒരു കാര്യം ഇവിടെ എടുക്ക്. അത് അഡ്ജസ്റ്റ് ചെയ്യാം, നോട്ടെ. വൃത്തിയില്ല. നമ്മള് കിടക്കാൻ നേരത്തെ ടെന്റിന്റെ മേലെ കൂടെ തറയിലൊക്കെ ഇടാം.
അപ്പോൾ മഞ്ഞടിക്കൂലേ നിനക്ക്? ഇല്ല അത് കുഴപ്പമില്ല. ഇത് വൃത്തിയില്ല. കാണാൻ ഒരു ഭംഗിയില്ല അല്ലേ? ഇല്ലല്ല അപ്പോൾ ഇത്രയും പണിയെടുത്ത് വെറുതെയില്ലേ? സാറില്ല. എന്നാൽ കഴിക്കി, ഇവിടെ കഴിക്കി. അല്ല ഈ കമ്പ് അയച്ചാൽ മതി. ഇതടിച്ച് ഇവിടെ മുറിച്ചാൽ മതി. കൈ ഇതടിച്ചോ. ചെറിയ ലൈറ്റ് എത്തിക്കണോ? അപ്പോൾ നമ്മളെന്തായാലും ഈ പരിപാടി നമ്മൾ ക്യാൻസലാക്കി. എന്താ വെച്ചാൽ ആ കമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. നമ്മൾ ആ നിലത്തടിക്കാനുള്ള ആ കമ്പിയും കൊണ്ടുവന്നില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് കിടക്കാൻ നേരത്ത് ഈ ഷീറ്റ് ഇങ്ങനെ മുകളിലോട്ട് ഇടാം. അപ്പോൾ മഞ്ഞുവെള്ളം അടിക്കൂല. നിനക്ക് ഇവിടെ നിന്ന് കുക്ക് ചെയ്യണതിന് മഞ്ഞ് കുഴപ്പമില്ലല്ലോ? അപ്പോൾ പിന്നെ കുഴപ്പമില്ലടി. ഓക്കെ അല്ലേ? അപ്പോൾ ടെൻറ്റ് വെക്കട്ടെ? ഇത് ഇവിടെ നിന്ന് അഴിച്ചു വെക്കണോ? അല്ല കാറ്റ് വരുമ്പോൾ ഇങ്ങനെ വീഴും. ഇത് അഴിച്ചു വെക്കട്ടെ. നല്ലൊരു കാര്യം ചെയ്താലോ, ഇത് അടിയിൽ ഇരിക്കാം, മറ്റേ നീല ഷീറ്റ് മുകളിലിടാം. സമയം പോയി. ഇത്രേ എന്തായാലും മേളത്തെ കവറാ അതിൻ്റെ തൊപ്പി. എന്നാ അവിടെ അതിനകത്ത് കൊളുത്തിട്. അതൊരു ഹുക്ക് കണ്ട? ആ ബാഗ് എടുക്കുക, ഇതിനകത്ത് വെക്കാം. എന്തായി? സെറ്റല്ലേ? പിന്നെ നമുക്ക് കുക്ക് ചെയ്താലോ? കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കട്ടെ. എന്താ വെച്ചാൽ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാടയാണ് അല്ലേ? 2 കാടയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവള് ഭയങ്കര കാട ഫ്രൈ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. കാട ഫ്രൈ ബ്രെഡും അല്ലേ, ബന്നോ? അപ്പോൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. എന്തായാലും അത് നോക്കാം അല്ലേ? അല്ലേ? എന്നാ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണ്ട. എനിക്ക് കാപ്പി വേണം. കട്ടൻ കാപ്പിയോ? ഞാൻ കാപ്പി കുടിച്ചിട്ടില്ല. കട്ടൻ കാപ്പീൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ പാത്രം എടുക്ക്. എടാ എല്ലാവരും എന്നോട് പറയും കാപ്പി കൂടി കുറയ്ക്കണേ. ശരിക്കും പറഞ്ഞാൽ ഇവളാണ് എന്നെ കാപ്പി കുടിപ്പിക്കുന്നത്. കണ്ടില്ല ഇപ്പോൾ പറഞ്ഞ കേട്ടോ. കുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അതിന് മുമ്പേ എനിക്ക് കുറച്ച് കാപ്പി കുടിക്കണമെന്ന്. പിന്നെ അങ്ങനെ ഞാൻ കുടിക്കാതിരിക്കുക? കുടിച്ച് ശീലമായി, പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ? നിർത്താൻ പറ്റണ്ടോ? കാപ്പി കുടി വെള്ളടിച്ച് ശീലമായി, നിർത്താൻ പറ്റണ്ടെന്ന് പറയണ ആരെയും അപ്പോൾ അവള് പറയണത് കാപ്പി കുടിച്ച് ശീലമായി. ഇതൊക്കെ എന്തിനെടുക്കണത്? ഇതിലൊന്നും അല്ല കാപ്പി. കാപ്പിപ്പൊടിയല്ലേ നീ നോക്കണത്? സ്മെല്ലുണ്ടാവും. നല്ല സ്മെല്ലല്ലേ? ബാഡ് സ്മെല്ലല്ലോ. ഇതെങ്ങനെ കത്തിക്കാന്നറിയോ? ഇതിങ്ങനെ തുറക്കുക ഉണ്ടാ, എന്നിട്ട് ഇങ്ങനെ ഓക്കെ അല്ലേ? സെറ്റ്. ഇനി അവിടെ ഇരുന്നോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ സെറ്റാക്കാം കേട്ടോ. ആ കാടയൊക്കെ എടുത്ത് പുറത്തിടണ്ടേ? കേട്ടോ തലച്ചാ എന്നിട്ടോ ഇതൊക്കെ ചോദിക്കണോ? നിനക്കങ്ങ് ചെയ്താൽ പോരെ? അങ്ങനെ ചോദിക്കല്ലേ. വീട്ടിലാണെങ്കിൽ ചോദിക്കുവോ? പിന്നെ ഇത് കഴുകണടി, കാട കഴുകണ്ടേ? ഓഫായിക്കോ. എല്ലാം ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ അല്ലേ? വീട്ടിലാണെങ്കിൽ കഴിയാലോ. ഇതിലിട്ട് കഴിയാലേ? ഇതിലിട്ട് വെള്ളം ഒഴിച്ചു തരാം. കൈ നോക്കിട്ടോ. അങ്ങനെയല്ലടി, ഇവിടെ മുറുക്കി. ഇനി ഇതെവിടെ മുറുക്കി. അങ്ങനെ മുറുക്കി. ഓക്കെ ബസ്. സെറ്റായില്ലേ? ഇവിടെ തന്നെ വെച്ച് കുക്ക് ചെയ്താലോ? വെളിച്ചം ഉണ്ടാവില്ലേ? അതെവിടെ വെക്കണോ? ഇവിടെ വെക്കാം. ഇവിടെ വെളിച്ചം ഉണ്ടല്ലോ.
വെളിച്ചം ഇങ്ങോട്ട് വെക്കാലോ. എന്താ എങ്ങനെയാണേലും ചെയ്യാം. എന്നാ നീ ആദ്യം കാപ്പി കുടി, അതോടെ വെക്ക്. അല്ല അതിൽ മസാല തേക്കാം. അതൊക്കെ വെക്കാന്ന്. കാപ്പി തണുത്തു പോകും, കാപ്പി കുടിക്കടി. ഇത് അല്ലെങ്കിൽ പിന്നെ കൈ കഴിക്കോ? പൊടി കുറച്ച് കുറവതാ. നീ കുടിച്ചോ, നീ കുടിച്ചോ, നീ കുടി. നിനക്കല്ലപ്പോ വേണമെന്ന് പറഞ്ഞു, നീ കുടി. ആയിവാ മധുരടാത്ത കട്ടൻ കാപ്പി. ഓ എന്തത്? ആഹാ ദേ പഴം. പെണ്ണുമ്പിള്ള കണക്കാക്കിയാ വന്നിരിക്കണത്. വിശക്കാനല്ലേ ഇത് ഉണ്ടാക്കണത്? അല്ല അതിന് മുമ്പേ കുറച്ച് കഴിക്കണ്ടാവും. വേറെണ്ടോ പഴം? വേറെ ഉണ്ട്. ബിസ്ക്കറ്റ് വേണോ? വേണ്ട 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 ഒന്നും വേണ്ട. നമ്മളെ വിറകെ ഇതേ ഉള്ളൂ അല്ലേ? ഇവിടെ കാട്ടിൽ വല്ല പാമ്പെങ്ങാനും ഉണ്ടാവോ? ഇവിടെ കത്തിക്കട്ടെ? എല്ലാം കത്തിക്കണ്ട, രാത്രിക്കും വേണം. ആ അല്ലല്ല എന്ത് പേടി വരുമ്പോ ഞാൻ നിന്നെ മനസ്സിലോർക്കും. അപ്പൊ ആ പേടിയൊക്കെ പോവും. ഇഞ്ചി പേസ്റ്റ് ഉണ്ടോ? അത് കഴിഞ്ഞു. എന്താ ചെയ്യാ? സാറില്ല. ആ മറ്റേ ചട്ടി എടുക്കട്ടെ? എന്ത്? ഇന്ന് നമ്മള് ഒരു സ്പെഷ്യലാണ് ഉണ്ടാക്കാൻ പോണത്. അവിടെ പറയ്. എന്താ സ്പെഷ്യല് പറയ്. കാട എന്നോടല്ല, അവിടെ പറയടി. കാട ഫ്രൈ ആണോ? കാട ഫ്രൈയും പെന്നും അങ്ങനെ തിന്നും. മസാല വേറെ ഉണ്ടാക്കാം. ഇത് ഫ്രൈ ചെയ്തിട്ട് വേറെ മസാല ഉണ്ടാക്കാനാ? അപ്പൊ നോക്കാല്ലേ എന്താവുന്നുള്ളത്. നോക്കാം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇക്കാന്റെ ബാഗിലില്ല കേട്ടോ. എന്താ നീ ഉദ്ദേശിച്ചേ? ഞാൻ വേറെ കുറെ സാധനങ്ങൾ ഉദ്ദേശിച്ചു. പേസ്റ്റ് അതൊക്കെ ഇല്ല, അത് നമ്മളെ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ നമുക്കല്ലേ അറിയുള്ളൂ. എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. സാറില്ല, ഇനി അടുത്തിന് സെറ്റ് ആക്കാം പോരെ? അടി തീ കുറവല്ലേ? എന്തത്? മറ്റേ അടുപ്പിലാണ് നല്ല തീ വരുന്നതിനടി. മറ്റേ പൂ പോലെയുള്ള പക്ഷെ ഇത് ഭയങ്കര ലീക്ക് പോലെ തോന്നുന്നു. ഒക്കെ കൂടെ നീ തൽക്കാലം ഇത് വറുത്ത് എടുക്ക്, എന്നിട്ട് വേണമെങ്കിൽ അതിനകത്ത് വെക്കാം അല്ലേ? എണ്ണ നല്ല ചൂടായി, ഇടട്ടെ? ആ ഇട്ടോ. നീ എന്നോട് ചോദിക്കണതിനാ? ഫുള്ളിടുന്നില്ല, അതും കൂടി ഇട്. വേണ്ട, ഇതാദ്യം ആവട്ടെ. എന്താ വിശക്കുന്നുണ്ടോ? വിശക്കല്ലെന്നാ ഒരുമിച്ച് ആവുമല്ലോ എന്ന് വെച്ചിട്ടാ. ഞാനാണെ പടപടാന്ന് പെട്ടെന്നിടും. ഇത് ചൂടാവില്ലടി ഈ അടുപ്പ്. ഞാൻ മറ്റടുപ്പ് നോക്കട്ടെ. റെഡി ആവോ നോക്ക്. നമ്മൾ ഈ അടുപ്പിന് എന്തോ ഒരു സംതിങ് പറ്റിടി. പറ്റൂലേ? ഇതിന്റെ വാഷറിന് എന്തോ ഒരു പ്രശ്നം. ഇത് സൈഡിൽ കൂടെ ഒക്കെ കത്തുണ്ടേ. അടുപ്പത്തും വെക്കാൻ പറ്റില്ലല്ലോ, ഈ ചട്ടിന്റെ ഈ പിടി ഉരുകി പോകും. എന്താ ഇതിൻ്റെയൊക്കെ പ്രശ്നം? ഇതാ ഇങ്ങനെയൊക്കെ കത്തുന്നു, ഭയങ്കര കത്തലല്ലേ? ഈ സാധനങ്ങളെ വിടർത്തിട്ടോ അങ്ങനെ
ഇങ്ങനെയാ? പക്ഷെ ഭയങ്കര ഫയറാണ്. ഇങ്ങനെയല്ല ഇതിന്റെ തീ വരിക. ഇതൊരു ചതി. അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കരട് കൂടിയിട്ടുണ്ടാവും. എന്ത് ഈ വിറക് മൊത്തം കത്തി തീരുക. നേരത്ത് വിറകുണ്ടാവില്ല. ഉണ്ടാവും. തീറ്റിട്ട് വേണം കിടക്കാൻ. നീ അത് അരിഞ്ഞോ? നോക്കി നിൽക്കണ നീ. ഇതൊക്കെ കഴുകണേ. എടി ഇതിലൊരു കഷ്ണം കൂടി ഇടാടി. ഇതൊക്കെ ഇടാടി. അല്ലെങ്കിൽ എന്താ അറിയോ, ഇത് രണ്ടാമത് പൊരിച്ചെടുക്കലൊന്നും നടക്കൂല. ഇതൊക്കെ ഞാനാണെങ്കിൽ ഒറ്റയടിക്ക് ഇതെല്ലാം പരിപാടി ഇപ്പോൾ തീർക്കും. കുറച്ചുകൂടി എണ്ണ ഒഴിക്കുക. എവിടെ എണ്ണ? എണ്ണയൊക്കെ കുറച്ച് യൂസ് ചെയ്യണം. ആ എണ്ണ കുറച്ച് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ആ പരിപാടി ഒന്നും നടക്കൂല. ഇവിടെയൊക്കെ നല്ലോണം എല്ലാം ചെയ്യണം. ഇന്നലെ ഇത് ആവുള്ളേ. ഇന്നലെ ഇത് ആവുള്ളടി. നമ്മൾ വീട്ടിലത്തെ മാതിരിയല്ലല്ലോ. കാട്ടിലാകുമ്പോ കുറച്ച് എണ്ണയൊക്കെ കൂടുതൽ കിട്ടിയത്. എന്നാ ഈ പാത്രം എടുക്കട്ടെ. ഇതൊക്കെ നല്ല വൃത്തിക്ക് കഴുകണം. നിങ്ങൾ അങ്ങനത്തെ ഇങ്ങനത്തെ കഴുകണമെന്നും ആയ ശരിയാവും. വെള്ളം എടുത്തോണ്ടേ? വേണ്ട, ഞാൻ അവിടെ പോയി കഴുകിട്ട് വരാം. സ്പൂൺ ഇതിന്റെ വെള്ളം എവിടെ പോയി? വെള്ളത്തിന്റെ പാത്രം എവിടെ? ആ ടോർച്ച് ഇല്ലേ ഇവിടെ എവിടെയോ? അതാ സീറ്റിന് വെള്ളം. ആ ടോർച്ച് എടുത്ത് കൈ പിടിച്ചോ. എന്താ അറിയോ, നീ നേരത്തെ പറഞ്ഞ പോലെ കാടല്ലേ അത് വാങ്ങിച്ച്. ഇത് നീ കണ്ടില്ല? കണ്ടുണ്ട്, പക്ഷെ ഇത് അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളെ ശ്രദ്ധിക്കാനൊന്നും നിനക്ക് സമയമില്ല. ഇപ്പൊ വന്നു നിൽക്കാനല്ലാതെ ആരെയും ശ്രദ്ധിക്കുക. സെറ്റല്ലേ? മക്കളും കൂടി ഉണ്ടെങ്കിൽ രസമായിരുന്നു അല്ലേ? ഞങ്ങള് മക്കളെ മനഃപൂർവ്വം കൊണ്ടുവരാതിരുന്നല്ല കേട്ടോ. ഒരാൾക്ക് ക്യാമ്പാണ്, 10ാം ക്ലാസ്സാണ്. പിന്നെ ഒരാൾ 5ാം ക്ലാസ്സിലാണ്. പിന്നെ ഒരാൾ 3 വയസ്സ് ആവുന്നേ ഉള്ളൂ, ചെറുതാണ്. പിന്നെ അപ്പോൾ 3 പേരെ ഒരുമിച്ച് കിട്ടിയില്ല അന്ന്. അപ്പോൾ 3 പേരെ ഒരുമിച്ച് കിട്ടിയിട്ട് പിള്ളേരെ കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വരാനാണ് ഇന്ന് പ്ലാൻ ചെയ്തത്. ഇവിടെയല്ല, വേറെ സ്ഥലത്ത്. അപ്പോൾ ഇവളും പറഞ്ഞു ഞാനും വരാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു എന്തായാലും വന്നോട്ടെ എന്ന്. ഇല്ലേടി? ഓക്കെ അല്ലേ? എൻജോയ് ചെയ്യണോ? എൻജോയ് ആണ്. എന്നാ അവിടെ നോക്കി പറയും. ഓക്കെ ആണ്, എൻജോയ് ആണ്. എവിടെ? ഇതാ അവിടെ. കണ്ടില്ലേ? എൻജോയ് ആണ്, ഹാപ്പിയാണ്. ഓക്കെ, എന്താ ചെയ്. ഞാൻ അരിഞ്ഞു തരാം. ഇത് അങ്ങനെ അല്ല അരിയാ, നോക്കിക്കോ. അതെ, ഈ ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ടാണെങ്കിലേ ഇക്കരിനെക്കാട്ടിൽ സ്പീഡിൽ കൈ നീ ഇപ്പൊ ഷോ കാണിക്കണ്ട. അതാ തട്ടിയോ? ഇല്ല, ഞാൻ അരിയും, വേഗം അരിയും. അല്ല അതന്നെ, അതൊക്കെ ശരി. ഇപ്പൊ ഷോ കാണിക്കണ്ട. ഇതുണ്ടോ? നിങ്ങൾ പിന്നെ നല്ല അരിഞ്ഞ് ശീലമുള്ള ആൾക്കാരല്ലേ. നമ്മള് പിന്നെ ബിരിയാണിക്കാരല്ലേ, അത് പറയേ. നിങ്ങള് ബിരിയാണിക്കാരല്ലേ. പുറത്തോട്ട് വേണല്ലേ? ഇല്ല, സെറ്റല്ലേ? ഇങ്ങനെന്തല്ലേ? വെളുത്തുള്ളിയോ? ഇഞ്ചി ചെറുതാക്കി അരിയാല്ലേ? ഇഞ്ചിയുടെ പേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ്. ഇതിനൊക്കെ ഒരു കിലോ എടുത്തേ. ആദ്യം എടുത്ത് ഇതിലിട്ട് തെറിക്കരുത് കേട്ടോ, പൊട്ടുന്നു. എടുത്തേ. കൂടുവോ? അത് കൂടും. ഇത് വേണ്ട, എണ്ണയില്ലേ? ഇല്ല, എണ്ണ നാട്ടില്ല. ഇതിലേക്ക് വേണം. ഉപ്പ് കളയാൻ പാടില്ല. കളയണ്ട, എടുത്ത് തിന്നു. റെഡിയായില്ലേ? എന്നിട്ടോ സ്വല്പം വെള്ളം എടുത്തിട്ട് വാ.
ഇത് കരിയരുത്. നീ കൊണ്ടുവെക്ക വെള്ളം കരിഞ്ഞ വെക്കട്ടെ. കുറച്ച് മതി 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 മതി. ഉപ്പൊക്കെ നോക്കി നോക്ക്. ഇപ്പൊ തീ പിടിച്ചേനെ. അതിന് തിളച്ചോ? ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് എപ്പോഴേ കഴിച്ചു കിടക്കേണ്ട സമയമായി. സമയം 9:30 മണിയായി. 9:30 പാചകം എന്ന് പറഞ്ഞാൽ ആസ്വദിച്ച് പാചകം ചെയ്യും. ആസ്വദിച്ച് പാചകം ചെയ്തോ? നീ ഒന്ന് കൊണ്ട ഉപ്പുണ്ടോ നോക്കട്ടെ. മല്ലിയില ഇത് പെതറട്ടെ. ഓ പൊന്നെ, ഇതൊരു കയ്പൊക്കെ വരുന്നു. പിന്നെ നോക്ക്. ഇല്ല കയ്പൊന്നും. ഇടട്ടെ മല്ലിയില. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒന്നുകൂടി അരച്ചോക്കടി. ഇനി അടക്കണ്ട. ഒന്നുകൂടി പീസൊക്കെ ഒന്ന് തിളച്ചിക്കാൻ മതി. കുറുകും ചെയ്തു. അല്ല ഒന്നുകൂടി ഇതായിക്കോട്ടെ. എണ്ണയിൽ വേവാത്ത ഇതിൽ ഒന്നുകൂടി വെന്തോട്ടെ. അതിന് ഞാൻ കുറച്ചൊരു വെള്ളം ഒഴിക്കണമെന്ന് വെച്ചാൽ വെന്തിട്ടുണ്ടാവും. എന്തല്ലേ സെറ്റല്ലേ? അപ്പോൾ നമ്മുടെ കാട ഫ്രൈ വെച്ചിട്ട് റോസ്റ്റ് അല്ലേ? കാട റോസ്റ്റ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിൻ്റെ അഭിപ്രായം? റെഡി ആയിക്കൊണ്ടിരിക്കുക. അതല്ല, പ്രേക്ഷകരോട് പറയും. നമ്മളെ നീ കമൻറ്റിന് റിപ്ലൈ നീ കൊടുക്കണം കേട്ടോ ഇപ്രാവശ്യം. ഓക്കെ അല്ലേ? അടി അടി ശരിയായില്ല. ഓക്കെയോ? ഓക്കെ ആയി മതി. ഇനി കുറച്ചുകൂടി കാപ്പിയൊക്കെ ഉണ്ടേ നമുക്ക്? നോട്ടെ, ഇതൊന്നും വീണിട്ടൊന്നുമില്ലല്ലോ. കുറച്ചുകൂടി വെള്ളം ആയിക്കട്ടെ. എന്നത് ആയോ? എന്നറിക്കോ ഇത് വെക്കട്ടെ. അയ്യോ, ഇതെന്താ ഈ സ്റ്റൗവിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ശേ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോടി. അങ്ങനെയല്ലല്ലോ കത്തുക. അത് മറിയോടി. ഇവിടെ ഇരുന്ന് കഴിക്കാം അല്ലേ? ഉള്ളിലല്ല, പുറത്തിരുന്ന പോലെ. എവിടെ ചെരുപ്പ്? അത് തിളച്ചില്ല. ഇതിപ്പോ ഈ തീയിൽ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ തിളച്ചേനെ. ഞാൻ വെക്കാം. ചൂട് ഇതെന്തോ ഒരു സംതിങ് ഉണ്ട് അതിന്. ഇതുണ്ടോ ഇവിടെ വെച്ച് എപ്പോൾ തിളയ്ക്കുന്നു നോക്കിക്കോ. ഇങ്ങനെ പുള്ളിയില്ല, ഞാൻ പേടിച്ച്. താടി കിരികിരിന്ന് പറഞ്ഞു. മണക്കണ്ടോക്ക് ഇല്ലേ? കത്തിയോ? ഫസ്റ്റ് ക്യാമ്പിങ് താടിക്ക് തീയും പിടിച്ച്. നല്ല ഐശ്വര്യ. അത് വീഡിയോയിലിടരുതേ. അയ്യേ, ഇതെടുക്കട്ടെ. ഇതിന് വെള്ളമൊക്കെ അല്ലേ? ഇവിടെ പ്ലേറ്റോ? ഇവിടെ അങ്ങോട്ട് ഇരിക്കി. കാപ്പിയോ തിളക്കണ്ടേ? കാപ്പി തിളച്ചാണ്. നോക്കട്ടെ. ആ തിളച്ചു. ദേ അടിപൊളി. പോരെ ഇരിക്കല്ലേ? വിറകിൻ്റെ കാര്യമാണല്ലോ ഇപ്പോൾ. സാരല്ലേ? കത്തിയൊന്നും വേണ്ട കട്ട് ചെയ്യാൻ. നീ കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങിയിരുന്നു. ഓക്കെ.
കറി വേണം എനിക്ക് ആദ്യം. അയ്യോ ഞാനുണ്ട്. കഴിച്ചു നോക്കട്ടെ. എനിക്കത് മതി. നോക്കട്ടെ. എന്തായാലും നമ്മുടെ ഭാര്യൻ്റെ സ്പെഷ്യൽ നമ്മളൊന്ന് നോക്കാൻ പോവാണ്. നോട്ടെ. എൻ്റെ പൊന്നെ ആടി, എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ഫുഡ് ഇനി ഞാൻ കഴിക്കൂല. അതെ, നമ്മൾ വീട്ടിലുണ്ടാക്കുക വെച്ചാൽ അങ്ങനെ തട്ടിക്കൂട്ടല്ലല്ലോ. കണ്ടാ ഞങ്ങളെ സ്നേഹം കണ്ട. അതൊക്കെ ചുമ്മാ ഒരു നമ്പറാട്ടോ. വീട്ടിലെത്തുമ്പോ കഴിച്ചോ? മതി മതി. വിളിക്കട്ടെ. അടിപൊളി. നീ എന്തൊന്നും പറയാത്തെ? നല്ലതാണ്. ടേസ്റ്റില്ലേ? നല്ലതാണ്, അടിപൊളി. നല്ലതാണ്, അടിപൊളി അങ്ങനെയല്ല പറയണ്ടേ. ഞാനൊക്കെ പറഞ്ഞിട്ടില്ലേ? ഊന്റെ പൊന്നെ, അതുപോലെ ഒരു ഇതായിട്ട് പറയേ. അടിപൊളി, സൂപ്പർ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ വീട്ടിലുണ്ടാക്കണ പോലെ ഒന്നും ആയിട്ടില്ല. തട്ടിക്കൂട്ട് പരിപാടിയല്ലേ, എനിക്കറിയില്ലായിരുന്നു. എന്ത് കുഴപ്പമില്ല, ഉഷാറാണ്. വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇക്കാന്റെ കയ്യിലൊരു ബോക്സ് ഉണ്ടായിരുന്നു, അതിലെല്ലാ പൊടി ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് അതെല്ലാം ഉണ്ടാവും ഇക്കാന്റെ കയ്യിൽ. അതൊന്നല്ല, മറന്നു. നമ്മള് ഇവിടെ നിന്ന് ഈ കാട്ടിൽ നിന്ന് നമ്മുടെ മാഹിക്കാരൻ പറഞ്ഞ പോലെ ഒരു കാപ്പി കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് പറയുന്ന പോലെ നമ്മൾ ഈ കാട്ടിൽ വന്ന് ഇതൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നതന്നെ വലിയൊരു കാര്യം, വലിയൊരു ടേസ്റ്റ് അടി. എന്നെയൊക്കെ സംബന്ധിച്ചത് ഭയങ്കര എന്തൊരു സംഭവമാണത്. അല്ല, എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലല്ലോ, നമ്മൾ ഈ കാട്ടിലും തോടിന്റെ സൈഡിലൊക്കെ വന്നിട്ട് ഇതുപോലെ കുക്ക് ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ചൊരു ഭയങ്കര ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. എന്ത് സാധനത്തിനും ഭയങ്കര ടേസ്റ്റുമാണ്. ഞാൻ എപ്പോഴും പറയാറില്ല. അല്ല, ഞാൻ പറയാ, നീ വീട്ടിലെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഫസ്റ്റ് അല്ലേ വരുന്നേ, അതെ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇനിയിപ്പോ ശരിയായിക്കോളും. ഇനി ശരിയായിട്ട് വരുമോ? എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടോ, ഇവിടെ ഇനി സ്ഥിരമായിട്ട് വേണോ അതോ ഇന്നത്തോടു കൂടി നിർത്തണോ എന്നുള്ളത്. ഞാൻ വരണോ അതോ നിർത്തണോ എന്നുള്ളത്. ആളിങ്ങനെ സൈലന്റ് ഒന്നും അല്ലാട്ടാ, ജഗജില്ല, വീട്ടിലെത്തണം. ഞാൻ പാവാണ്. അപ്പൊ ഞാനാ ഭയങ്കര മാഹിക്കാരൻ പോയില്ലേ? ഇല്ല, ഇവിടെ ഉണ്ട്, വയനാട്ടിലുണ്ട്. മാനന്തവാടി ഇങ്ങനെ ഉണ്ട്. മറ്റേ കാസർഗോഡ് വേറൊരാളുണ്ടല്ലോ, അവൻ പ്രയത്നം പിടിക്കാനും. നമ്മളെ കാസർഗോട്ടുള്ള ആളായി പറയണ കേട്ടോ. അവര് പ്രയത്നം പിടിക്കാനും ചീത്താനെ പിടിക്കാനൊക്കെ ആയിട്ട് നടക്കുക. നമ്മളെ പുലിനെ പിടിക്കാൻ വേണ്ടി ഞാനും കണ്ണൂരുകാരനും നടക്കണ പോലെ, ഞാനും മാഹിക്കാരനും പുലിനെ പിടിക്കാൻ നടക്കണ പോലെ അവൻ പ്രേതത്തിനെ പിടിക്കാനാണ് നടക്കണേ. അവനെ ഇവിടുന്ന് ക്യാമ്പ് ചെയ്തപ്പോ പ്രേതം കണ്ടു. പ്രേതം ഇങ്ങനെ പോണത് അവൻ വീഡിയോയിൽ കാണിക്കണ്ടേ, ടീഷർട്ടൊക്കെ ഇട്ടിട്ട്. ആടി പ്രേതം ടീഷർട്ട് ഇടാൻ തുടങ്ങിയോ? ന്യൂ ജനറേഷൻ അല്ലേ? ന്യൂ ജൻ പ്രേതം. അടിപൊളി സെറ്റായില്ലേ? ചൂടുള്ള കാപ്പിയും കൂടി ആയപ്പോ കഴിച്ചോ. എന്റെ മോള് കഴിക്കി, എന്റെ മോളത് അങ്ങോട്ട് നിറയട്ടെ. വേണ്ട, എനിക്ക് അത്രയൊന്നും വേണ്ട. വേണ്ട വേണ്ട, കഴിക്കി. ഇങ്ങിടൂല.
ഇനിയൊന്നുമില്ല, ഇനി കട്ടൻ ചായയും കുടിച്ച് കിടക്കുക, രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ പോവാ. അതന്നെ ഞാൻ കഴിച്ചില്ല. നല്ല എരിവുണ്ടല്ലോ. നല്ല തണുപ്പുണ്ട്. തണുപ്പ് തണുക്കുണ്ട്, കുറച്ചുകൂടി കഴിഞ്ഞാൽ തണുപ്പ് കൂടും. ഈ ഡാമിൻ്റെ സൈഡല്ലേ, ഞാൻ നല്ല മഞ്ഞുണ്ടാവും. ആ മൊത്തം കഴിക്കട്ടെ, വെക്കല്ലേ, ഞാൻ കഴിക്കൂലേ? ഇതില്ല, ഞാൻ എല്ലാം കഴിച്ച. ഇല്ലല്ലോ, ഇതിനകത്തൊക്കെ ഇതല്ലല്ലേടി, ഇത് നോക്ക്, ഇത് ഇങ്ങനെയൊന്നും അല്ല കഴിക്കുക. ഇതേ ഇങ്ങനെ എടുക്കുക. ഇല്ല, പതുക്കെ പതുക്കെ കടിച്ചാൽ മതി, മീൻ വറുത്തത് കടിക്കണ പോലെ. അല്ലാണ്ട് ഇതിൽ ഇറച്ചി ഉണ്ടാവില്ല. എല്ലാം ഇറക്കമുള്ള ഇറച്ചി ആയിരിക്കും ഇത്. അല്ലാണ്ട് നുള്ളി തിന്നു കഴിഞ്ഞാൽ സതീശൻ കോഴി തിന്നണ മാതിരി തിന്നു. ഒരിറക്കുണ്ടോ? ഭയങ്കര എരിവും ചൂടും കൂടി ആയപ്പോഴത്തേക്ക് സെറ്റ് ആടി, ഡബിൾ സെറ്റ്. നല്ല എരിവ്. ആ പച്ചമുളക് അത്ര വേണ്ടായിരുന്നു, 2 പച്ചമുളക് കിട്ടില്ലേ? ഒരു പച്ചമുളക്. അപ്പൊ നീ ഒന്നുകൂടി ഇട്ടൂലേ? ഒന്നുകൂടി ഉണ്ട് അവിടെ. എന്തായാലും പെട്ടില്ലേ, മതി മതി, എരിവടി. എണ്ണ കോരി ഒഴിച്ചതാ. എണ്ണ കോരി ഒഴിച്ച് ഇന്നെ കൊല്ലാനാ. അല്ല, ഞാൻ അപ്പോഴും പറഞ്ഞു കുറച്ച് ഒഴിക്കും. എണ്ണ കുറെ കഴിച്ച കൊളസ്ട്രോള് കുഴപ്പമില്ല, സെറ്റായി. അപ്പൊ ഞങ്ങളുടെ ഫുഡ് സെറ്റായില്ലേ? ഇന്നങ്ങനെ തംസപ്പ് നോക്കുമ്പോ കാണുന്നില്ല. അടിപൊളി സെറ്റായില്ലേ? സെറ്റായി. പിന്നെ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇവള് വരണോ വരണ്ടേ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തോടു കൂടി ഇവള് നിർത്തണോ അതോ സ്ഥിരമായിട്ട് വരണോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ, അല്ലേ? ഭയപ്പാടോട് കൂടിയായിരിക്കും കമന്റ് ഒക്കെ ഞാൻ നോക്കുന്നത്. കുറച്ചുപേര് പറയും വരണമെന്ന് പറയും, കുറച്ചുപേര് വരണ്ടെന്ന് പറയും. നല്ലതുണ്ടാവും, ചീത്ത ഉണ്ടാവും. ചീത്തൊന്നും കമന്റ് അങ്ങനെ ആരും ചെയ്യില്ല. ആരാ പറയില്ല, ആരും പറയില്ല, ആരും പറയില്ല. ആരാ പറയണേ? ആദ്യം 1-2 പേര് പറയണ്ടായിരുന്നു, പിന്നെ അവര് നിർത്തി. ഒരാള് കമന്റ് ചെയ്തിരുന്നു കേട്ടോ, ആ പേര് ഞാൻ പറയുന്നില്ല. പിന്നെ പുള്ളി എപ്പോഴും ബാഡ് കമന്റ് ആയിരുന്നു ഇടുക. ഒരാൾ ഞാൻ പറഞ്ഞിട്ടായിരുന്നു, അന്ന് ഞാനും വാപ്പയും ഉമ്മയും സൽമയും ഒക്കെ കൂടിയുള്ള ഒരു വീഡിയോ ഇട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. പുള്ളി എന്നോട് സോറിയൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാത്തിനും ബാഡ് കമൻ്റാണ് ഇടുന്നത്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ഫാമിലിയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പുള്ളി മനഃപൂർവ്വം ഇട്ടതായിരുന്നു. പക്ഷേ പുള്ളിക്ക് വാപ്പാരിയും ഉമ്മാനെയും നമ്മുടെ സാഹചര്യവും സിറ്റുവേഷനൊക്കെ കണ്ടപ്പോൾ വിഷമമായിട്ട് സോറിയൊക്കെ പറഞ്ഞു. അപ്പോഴേ ഞാൻ കഴുകാ പാത്രങ്ങളെ കഴുകണം. എന്നും ഞാനല്ലേ കഴുകല്ലേ, ഇപ്പൊ ഇന്നല്ലേ നീ വന്നേ? ഞാൻ കഴുകേ. വേണ്ടേ? ഞാൻ കഴുകക്ക. വേണ്ടേ വെച്ചോ. പിന്നെ കുറച്ച് വൃത്തി കൂടുതല, നീ വെള്ളം കുറച്ചേ ഉള്ളൂ. എനിക്കറിയില്ലല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടത്. ഇതൊക്കെ ക്യാമ്പിങ്ങിന് പോകുമ്പോ എല്ലാം ഒപ്പിച്ചാണ്. ഇതൊക്കെ വണ്ടിയിലൊക്കെ അല്ലേ? എന്ത് ബാഗൊന്നും എടുക്കാമല്ലോ? എവിടെ? സീറ്റിന്റെ പുറകിലില്ലല്ലോ. നോക്കട്ടെ, ടോർച്ചോടെ കൊണ്ടാ. പിന്നെ വണ്ടിന്റെ സൈഡ് കർട്ടനൊക്കെ ഇടണ്ടേ? അത് നോക്കട്ടെ. ഇതങ്ങ് താത്തിട്ടടി, അല്ലേ തണുക്കും.
എങ്ങനെയുണ്ട് നമ്മുടെ ടെൻറ്റ്? പിന്നെ നമ്മുടെ കാര്യങ്ങൾ പറയും. ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അല്ല എന്താ പറയാ, വീഡിയോന്റെ അഭിപ്രായം പറയാൻ പറയും. പിന്നെ തണുക്കുണ്ടോ? പിന്നെ നല്ല തണുപ്പുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ഡാമിൻ്റെ സൈഡ് ആയതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണുള്ളൂ. ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ പറയണം. പ്രേക്ഷകർ പറയേണ്ട എന്താ അറിയോ, മെയിനായിട്ടുള്ളൊരു കാര്യം എല്ലാവരും പറയണം കേട്ടാ. എന്താ വെച്ചാൽ നാളെ മുതൽ ഇവള് വേണോ വേണ്ടെന്നുള്ളത് പറയണം. എന്നിട്ട് വേണം നമ്മളെ കാര്യത്തിലൊരു തീരുമാനമാക്കാൻ. പിന്നെ പിള്ളേരെയും കൊണ്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിള്ളേർ എല്ലാവരെയും ഒരുമിച്ചൊന്നും കിട്ടിയില്ല. പിന്നെ പെട്ടെന്ന് ഇവള് വരാമെന്ന് പറഞ്ഞപ്പോൾ ശരി ഞാനും പറഞ്ഞാൽ പോന്നോളാം. അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കഴിഞ്ഞ വട്ടം ഞാനും ആശാനും പണ്ട് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മാഹിക്കാരൻ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഇവിടുന്ന് മീനൊക്കെ പിടിച്ച് അങ്ങനെ ചൂണ്ടലൊക്കെ ഇട്ട് പിടിച്ച് അങ്ങനെ കുറേ ക്യാമ്പൊക്കെ ചെയ്ത സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നാളെയും വരും, മറ്റന്നാളൊക്കെ വരും അല്ലേ. അല്ല ഇവള് വേണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ക്യാമ്പ് ചെയ്യണത്. ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈമും ചിലപ്പോൾ ഇത് ലാസ്റ്റ് ടൈമും ആയിരിക്കും. നോക്കട്ടെ എന്നത്തെ എന്താ സ്ഥിതി നോക്കട്ടെ. ചവിട്ടിലും കുത്തലൊക്കെ ഉണ്ടോ നോക്കട്ടെ. എന്നിട്ട് വേണം നാളെ വേണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാൻ. അപ്പം എന്തായാലും നമുക്ക് കിടക്കാല്ലേ. പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ട ഇല്ലേ? ഓക്കെ, ബാക്കി രാവിലെ പറയാല്ലേ. അപ്പം എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ട്, നേരത്തെ എഴുന്നേക്കാം കേട്ടോ. പിന്നെ തണുപ്പുണ്ടാവും. പിന്നെ മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ട്, മഞ്ഞ് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ നല്ല മഞ്ഞുണ്ടാവില്ല. നല്ല തണുപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോയാൽ പോരെ. നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. എനിക്ക് പോയി ഓട്ടോ ഓടണം. നമ്മളെ ഓട്ടോ എടുത്തിട്ട് ഫസ്റ്റ് ക്യാമ്പിങ് അല്ലേ. ഓട്ടോ എടുത്തിട്ടും ഫസ്റ്റ് ക്യാമ്പിങ് ആണ്. നമുക്ക് അതിനകത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് പൈസ ഒക്കെ വേണം. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് പതുക്കെ അല്ലേ അങ്ങനെ ചെയ്യാം. നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ്. ചെറിയൊരു ലോണൊക്കെ ഇട്ടിട്ടുണ്ട് വണ്ടിക്ക്. എന്നാലേ ഇപ്പോൾ മൊത്തത്തിൽ ഒന്ന് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത്, പിന്നെ വണ്ടിക്ക് ഒരു പണിക്കാരെന്ന് പേരൊക്കെ ഇട്ട്, സതീഷ് ഇട്ട പോലെ വണ്ടിയും വലയുന്നിട്ട പോലെ പണിക്കാരെന്നൊരു പേരൊക്കെ എഴുതി അല്ലേ. ഫ്രീ ടൈമിൽ പകലൊക്കെ ഓടാൻ പോകണം. പിന്നെ ഇതേപോലെ വൈകുന്നേരം ഫ്രീ ആകുമ്പോൾ ക്യാമ്പിങ്ങിന് പോകണം. എന്നാലേ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഭയങ്കര ബാക്കോട്ടാണ് ഇപ്പോൾ പോണത് അല്ലേ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോണത്. എന്നാലും കുഴപ്പമില്ല, സെറ്റാണ്, എൻജോയ് അല്ലേ. അപ്പോൾ കിടക്കാം. ബാക്കി രാവിലെയും കുറേ പറയാനുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്നാ സെറ്റാക്ക്. ഞാൻ ലൈറ്റ് എടുത്ത് നോക്കട്ടെ. അല്ലാതെ എടുക്കണേ. അത് ശരി, ക്യാമറ അവിടെ വെക്കുക. തലകുത്തനെയാ? ഇങ്ങോട്ടായിരിക്കും തലകുത്ത. ഇങ്ങോട്ട് കിടക്കടി, ഈ സൈഡിലോട്ട് കിടക്ക്. ഇവിടെ തല വെക്ക്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബാക്കി രാവിലെ അല്ലേ. ഗുഡ് നൈറ്റ് പറയടി. എഴുന്നേറ്റ് നിന്ന് പറയും. അവിടെ ക്യാമറ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബാക്കി രാവിലെ. ഓക്കെ, അത്രേ ഉള്ളൂ. നീ കിടന്ന് ഉറങ്ങിക്കോ. ഇപ്പൊ തന്നെ തണുപ്പ് തുടങ്ങിയില്ലടി. പുറത്തെ ലൈറ്റ് കിടന്നോട്ടല്ലേ. എന്നാ ഓക്കെ, ഗുഡ് നൈറ്റ്. എടീ എഴുന്നേക്കുന്നില്ലേ? ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പും നല്ല മഞ്ഞുമാണ്. പിന്നെ അവൾ എഴുന്നേറ്റിട്ടില്ല. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സെറ്റായിരുന്നു, എൻജോയ് ആയി. എടീ എഴുന്നേക്കണ്ടേ?
ഞാൻ കുറച്ച് ചായ വെക്കട്ടെ? തണുപ്പുണ്ട്, കിടന്നോ. കാപ്പി ഇടട്ടെ ഞാൻ? തണുപ്പ്, ജലദോഷം പിടിച്ചിട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞ്. ഗുഡ് മോർണിംഗ് പറയ്. ഗുഡ് മോർണിംഗ്. ടീച്ചർ എന്തായാലും ഗുഡ് മോർണിംഗ്. ഉറക്കം തൂങ്ങി ശരിക്കും പറയും. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ പറയും. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പാണ്. ഉറങ്ങിയോ ചോദിച്ചാ ഉറങ്ങി. ഉറങ്ങിയില്ലേ? ഉറങ്ങിയില്ലേ? ഉറങ്ങി. ആ പിന്നെന്താ, നല്ല തണുപ്പാണ്. സാറില്ല. എന്നാ റെഡി ആയിക്കോ, ഞാൻ കാപ്പി കുടിക്കട്ടെ കേട്ടോ. നീ ഒന്ന് അതാ വെള്ളം അതിനകത്തുണ്ട്, കുറച്ച് വെള്ളം ഇത് അതിനകത്തും വെള്ളമുണ്ട്. ഓക്കെ ഒഴുക്കി. മതി. എന്നാ നീ പോയി റെഡി ആയിക്കോ. ഹായ്, സെറ്റ്. മധുരമില്ലാത്ത കാപ്പിയാണ്, എന്നാലും സെറ്റാണ്. കാപ്പി വേണ്ടേ? എന്നാ വാ. തണുപ്പാ? ജലദോഷം പിടിച്ചില്ല, സൗണ്ട് മാറി. അങ്ങോട്ട് പോകാം. അങ്ങോട്ട് എന്തിനാ അങ്ങോട്ടൊക്കെ പോണത്? താമരല്ലേ ഇവിടെ ആമ്പല്? അത് അപ്പുറത്താ. നമുക്ക് ഇനി വേഗം പോവാം, എനിക്ക് കുറച്ചേരം ഓടണേ കേട്ടോ. അവിടുന്ന് ഇവിടുന്നൊക്കെ ആരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോടി. മീൻപിടുത്തക്കാരാ? ഇന്നെന്തിനാ ഇത്ര ചെറിയ ബില്ലെടുത്തത്? കുറച്ച് വലുതെടുത്തൂടായിരുന്നോ? അല്ല എന്താ പിന്നെ ഇന്ന 2 എടുത്തൂടായിരുന്നോ? എനിക്കാവശ്യമില്ല. എനിക്ക് കയ്യോ? ആ കയ്യിൽ തല വെക്കാൻ. ശരി, എനിക്ക് ബില്ലോട് ആവശ്യമൊന്നുമില്ല. നീ എടുത്തപ്പോൾ പിന്നെ വലുതെടുത്തൂടായിരുന്നോ? പോലെ എന്നാ എല്ലാരോടും പറയ്. എല്ലാരോടും പോട്ടെ കേട്ടോ. എല്ലാരോടും പോട്ടെ കേട്ടോ. അങ്ങനല്ല, എന്താ പറയുക, അവിടെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞങ്ങൾ എന്തായാലും പതുക്കെ വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യട്ടാ. ഇവളെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരണേ. ഈ വീഡിയോയിൽ നിങ്ങളെ അഭിപ്രായം അറിയുന്നവര് ഭയങ്കര ടെൻഷനാ. എന്തായാലും ഇവിടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോൾ അതാ വിട്ട് പോവാ.